ആകാറുള്ളത്. ഞാൻ എന്താക്കുന്ന രാത്രി നിയത്ത് വെച്ച് പ്രതിജ്ഞാവാക്യം പറഞ്ഞിട്ട് പകൽ സമയത്ത് വയറ്റിൽ നാം എന്താക്കും, വയറ്റിലേക്കൊന്നും കടക്കുന്നതിനെ തൊട്ട് നാം ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ വികാരത്തെ തൊട്ട് നാം എന്താക്കുന്നത് മാറി നിൽക്കാറുണ്ട്. എന്നാൽ സോമൽ ഖുസൂസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ ആ നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം ഞാൻ വയറ്റിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകുന്നില്ല. മറിച്ച് നോമ്പ് നോറ്റ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ കണ്ണും കയ്യും കാലും മനസ്സും ഒക്കെ നാം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ പ്രത്യേകക്കാരുടെ നോമ്പിൽ കൊള്ളുകയുള്ളൂ. വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നാം നോമ്പ് നോറ്റുകൊണ്ട് കൈകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നോക്കുക. അതിന് വലിയ തെറ്റായിക്കൊള്ളുന്നില്ല. ഒരു വ്യക്തിയെ പരിഹസിച്ചുകൊണ്ട് ഒരു വിരൽ ചൂണ്ടിയതാണെങ്കിലും അത് തെറ്റിൽപ്പെടും. ഒരു ഞാൻ എന്താക്കിയിട്ടില്ല, ഒരാളെ കുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരാളെ നുള്ളിയിട്ടില്ല, ഒരാളെ അടിച്ചിട്ടില്ല, ഒരാളെ പരിഹസിച്ചുകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചത് ഒരു വിരല കൊണ്ട്, എങ്കിലും അത് തെറ്റിൽപ്പെടും. അങ്ങനെയുള്ള ഒരു തെറ്റ് നമ്മുടെ കൈകൊണ്ട് നോമ്പ് നോച്ച നമ്മുടെ കൈകൊണ്ട് സംഭവിച്ചാൽ അവിടെ മഹാരഥന്മാര് പറയും നമ്മുടെ കയ്യിന്റെ നോമ്പ് നഷ്ടപ്പെട്ടു, നമ്മുടെ കയ്യിന്റെ നോമ്പ് നഷ്ടപ്പെട്ടു. കണ്ണുകൊണ്ട് എന്തോ ഒരു ഹറാം നാം കണ്ടുപോയി മനഃപൂർവ്വം ഒരു ഹറാമ് കണ്ടുപോയാൽ കണ്ണിന്റെ നോമ്പ് നഷ്ടപ്പെട്ടു. കാത് കൊണ്ടെന്തോ ഒരു ഹറാമ് കേട്ടു മനഃപൂർവ്വം കേട്ടാൽ കാതിന്റെ നോമ്പ് നഷ്ടപ്പെട്ടു. മനസ്സുകൊണ്ട് ഒരു തെറ്റിനാം നോമ്പ് നോക്കി നാം ചിന്തിച്ചു, നാം എന്താക്കി തീരുമാനിച്ചു, മനസ്സിലെങ്ങനെ കടന്നുപോയതല്ല, തീരുമാനിച്ചാൽ മനസ്സിന്റെ നോമ്പും നഷ്ടപ്പെട്ടു. ഇങ്ങനെ അവയവങ്ങൾ കൊണ്ട്, ഏത് അവയവങ്ങൾ കൊണ്ട് നാം തെറ്റ് ചെയ്യുകയാണെങ്കിലും ആ അവയവത്തിന്റെ നോമ്പുകളൊക്കെ നഷ്ടപ്പെട്ടു. കേവലം വയറ്റിന്റെ നോമ്പ് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. കാരണം വയറ്റിലേക്കൊന്നും കടക്കാത്ത വിധത്തിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നോമ്പ് കേവലം വയറ്റിന്റെ നോമ്പ് മാത്രമാക്കി ഒതുക്കുന്നതിന് പകരം നമ്മുടെ കണ്ണിന്റെയും കാതിനും കൈക്കും കാൽക്കും മനസ്സിനൊക്കെ നോമ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ നോമ്പിനെ ഒരു പ്രത്യേകക്കാരുടെ നോമ്പിൽ പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പരിശുദ്ധ ഖുർആനിൽ നോമ്പിന്റെ ലക്ഷ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ. എന്തിനാ നോമ്പ്? നിങ്ങൾ ഒരു 30 ദിവസം പട്ടിണി എടുത്തതുകൊണ്ട് അല്ലാഹുവിനൊന്നും കാര്യം ലഭിക്കാനില്ല. മറിച്ച് ലഅല്ലകും തത്തഖൂൻ, നിങ്ങളിൽ നിന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ പേടി, ഭയം സൂക്ഷിക്കുക എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ, ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിരോധിച്ചതൊക്കെ കൈയൊടിച്ച് ജീവിക്കുക എന്നത് തഖ്വയുടെ ഏറ്റവും താഴെയുള്ള മർത്തബയാണ്. അതിന് മുകളിൽ ഒരുപാട് മർത്തബകളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിരോധങ്ങളൊക്കെ കൈയൊടിക്കുന്ന വിധത്തിൽ ഉള്ള